Hi children. So today myself is with a new lesson for the 8th standard students. Unit 6 Model Auxiliaries. You know what is auxiliaries. In the lower classes you might have learned what is model auxiliaries. Auxiliary verbs, that is model auxiliaries. Model auxiliaries are helping words or verbs that actually are verbs we used as main verb or with the base verb. അപ്പോൾ നമ്മൾക്ക് ബേസ് വെർബിൻ്റെ കൂടെയോ അല്ല മെയിൻ വെർബായിട്ടോ ഉപയോഗിക്കുന്ന വെർബുകളാണ് ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്നുള്ളത് മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, ഇങ്ങനെ ഒരു ശ്രേണിയിൽ നമ്മൾ ഇതിനെ പഠിച്ചതാണ്. നേരത്തെ പഠിച്ചപ്പോൾ ഇത് ഏകദേശം 24 തരമുണ്ടെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. മോഡൽ ഓക്സിലറീസ് അത് പറഞ്ഞത് ഓക്സിലറി വെർബ്സ് ആണ്. മോഡൽ ഓക്സിലറി വെർബുകൾ എന്ന് പറഞ്ഞാൽ ആ ശ്രേണിയിൽ വരുന്ന വാക്കുകളാണ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, ought to, need to, used to and dare to. അപ്പോൾ ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ്? മോഡൽ ഓക്സിലറീസ് ആർ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, ought to, need to, used to, dare to. ഇവയുടേതായിട്ടുള്ള കുറച്ച് ധർമ്മങ്ങളുണ്ട്, കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ക്യാന് എന്തൊക്കെ ഫങ്ഷനാണുള്ളത്, കുഡ് എന്ന വാക്കിന് എന്ത് ഫങ്ഷനാണുള്ളത്, മേയ്ക്ക് എന്തെല്ലാം ഫങ്ഷനുണ്ട്, അങ്ങനെ ഓരോന്നിനും ആകുന്ന ഫങ്ഷനുകളുണ്ട്. ചിലവയുടെ ഫങ്ഷൻസ് മറ്റ് ചിലതിന് ഉണ്ടാകാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സാധാരണ രീതിയിൽ ഈ മോഡൽ ഓക്സിലറീസ് ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് എബിലിറ്റി, പോസിബിലിറ്റി, പെർമിഷൻ ആൻഡ് ഒബ്ലിഗേഷൻസ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ എബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ടായിരിക്കാം, നമ്മളുടെ കഴിവുകളെ എക്സ്പ്രസ് ചെയ്യാനായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ പോസിബിലിറ്റി അല്ലെ, ഒരു സാധ്യമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, സാധ്യതയെക്കുറിച്ച് പ്രതിപാദിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർമിഷൻ ആയിരിക്കാം. നമ്മളൊരു പെർമിഷൻ കൊടുക്കാൻ, ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഒരു പെർമിഷൻ കൊടുക്കുക എന്ന് വിചാരിക്കുക, അപ്പോൾ പെർമിഷന് വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ആയിരിക്കാം, ഒബ്ലിഗേഷൻ എന്നൊരു കടപ്പാട്. അപ്പോൾ ഇതിനെല്ലാമാണ് നമ്മൾ മോഡൽ ഓക്സിലറീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോഡൽ ഓക്സിലറീസ് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? എബിലിറ്റി ഒന്ന്, രണ്ടാമത്തത് പോസിബിലിറ്റി, മൂന്നാമത്തത് പെർമിഷൻ, നാലാമത്തത് ഒബ്ലിഗേഷൻ. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, പെർസെപ്ഷൻസ് കൂടെയുണ്ട്. അത് നമ്മളിപ്പോൾ തന്നെ പഠിക്കും. ക്യാൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ മോഡൽ ഓക്സിലറി ക്യാനാണ്. ക്യാൻ പഠിക്കുമ്പോൾ നമുക്ക് അത് പഠിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഫങ്ഷൻ ഒന്ന് എന്താണെന്ന് ശ്രദ്ധിക്കാം. ക്യാൻ, ആദ്യത്തെ ഫങ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാനെ കുറിച്ചാണ്. എന്താണ് ക്യാനിൻ്റെ ഫങ്ഷൻ? ടു എക്സ്പ്രസ് എബിലിറ്റി. എബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. Just we can go with an example. He can play the guitar. He can play the guitar. ഗിത്താർ പ്ലേ ചെയ്യാൻ അവന് കഴിയും. അതവൻ്റെ എബിലിറ്റിയാണ്, കഴിവിനെയാണ്. ആ ക്യാൻ എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം കഴിവ്, സാധ്യതയാണ് അല്ലെ. അവന് ഗിത്താർ വായിക്കുവാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് അവൻ്റെ ഒരു കഴിവാണ്, എബിലിറ്റിയാണ്. അപ്പോൾ ക്യാൻ എന്ന് പറയുന്ന പദം നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് എബിലിറ്റി. ഇപ്പോൾ പല ക്ലാസ്സുകളിലും കുട്ടികൾക്ക് എന്താ ക്യാൻ, എന്താ കുഡ്, എന്താ മൈറ്റ്, എന്താ മസ്റ്റ്, ഇതെവിടെയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ കുറിച്ച് മനസ്സിലാവില്ല. ഇപ്പോൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ തന്നെ അത് ഒരു സെൻസ് കിട്ടാതെ വരും. അപ്പോൾ ഇതിൻ്റെ സെൻസ് ലഭിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫങ്ഷൻ പഠിക്കുക എന്നുള്ളതാണ്. മലയാള അർത്ഥം
മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ക്യാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, കഴിയും, എനിക്കത് സാധിക്കും, സാധ്യത, അതിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക? ക്യാൻ ഉപയോഗിക്കുക. അപ്പോൾ ഐ ക്യാൻ പ്ലേ ദ ഗിത്താർ, എനിക്ക് ഗിത്താർ, ഇനി ഐ ക്യാൻ പ്ലേ ക്രിക്കറ്റ്, എന്തു വേണമെങ്കിലും ആകാം. അപ്പോൾ നമ്മൾക്ക് സാധ്യമാകുന്ന നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണോ അതിനെ എല്ലാം സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ക്യാൻ ഉപയോഗിക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ ക്യാൻ സ്വിം 3 laps ഓഫ് ദ സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂളിൽ 3 laps എനിക്ക് നീന്താൻ കഴിയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3 തവണ നീന്താനായിട്ട് എനിക്ക് കഴിയും. അപ്പോൾ അത് എൻ്റെ എബിലിറ്റിയാണ്, കഴിയുക അല്ലേ, കഴിയുക, സാധ്യമാകുക, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് എൻ്റെ എബിലിറ്റി, അതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ക്യാൻ സ്വിം 3 laps ഓഫ് ദ സ്വിമ്മിംഗ് പൂൾ അല്ലേ, സ്വിമ്മിംഗ് പൂളിൽ 3 laps എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്താൻ കഴിയും, 3 പ്രാവശ്യം നീന്താനേ കഴിയും. അതിനുശേഷം പിന്നെ എന്ത് പറ്റും? ഞാൻ ചിലപ്പോൾ കുഴഞ്ഞു പോകും അല്ലേ. അപ്പോൾ 3 പ്രാവശ്യം അത് എബിലിറ്റിയാണ്, അതവന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, സാധ്യമാകുന്ന ഒരു കാര്യമാണ്, പോസിബിലിറ്റി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഇനി അടുത്തത് ടു എക്സ്പ്രസ് ഓർ ആസ് പെർമിഷൻ. എന്താണ് ടു എക്സ്പ്രസ് ഓർ ആസ് പെർമിഷൻ? ഒരു പെർമിഷനെ കാണിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ക്യാൻ ഉപയോഗിക്കാം. എന്താ പെർമിഷൻ? നമ്മളൊരു കാര്യം ചെയ്യുവാനായിട്ട് ഒരാൾക്ക് അനുവാദം കൊടുക്കുക, അതാണ് പെർമിഷൻ. അപ്പോൾ അത്തരം പെർമിഷൻ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാം. അപ്പോൾ പെർമിഷൻ ആദ്യത്തത് എബിലിറ്റിയാണ്, രണ്ടാമത്തത് നമ്മൾ പെർമിഷനാണ്. ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. യു ക്യാൻ ടേൺ ഇൻ യുവർ അസൈൻമെന്റ് നെക്സ്റ്റ് വീക്ക്. യു ക്യാൻ ടേൺ ഇൻ യുവർ അസൈൻമെന്റ് നെക്സ്റ്റ് വീക്ക്. നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ അസൈൻമെൻറ്റിലേക്ക് തിരിയാം. നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ്, തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് എന്താണ്, അത് ആ അസൈൻമെൻറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് അടുത്ത ആഴ്ച പറ്റും. അടുത്ത ആഴ്ച ചെയ്ത് തുടങ്ങിയാൽ മതി. ആ ടേൺ അടുത്ത ആഴ്ചയിലാണ് വരിക. അപ്പോൾ അതിനുള്ള പെർമിഷൻ, നിങ്ങളുടെ ടേൺ അടുത്ത ആഴ്ചയിലാണ്, നിങ്ങളുടെ അടുത്ത അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട്, അടുത്ത ജോലി ചെയ്യുവാനായിട്ടുള്ള ആ ടേൺ അടുത്ത ആഴ്ചയിലാണ്. നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ ചെയ്യാം. യു ക്യാൻ ടേൺ ഇൻ യുവർ അസൈൻമെൻറ്റ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയിലേക്ക് നിങ്ങൾക്ക് ആ അസൈൻമെൻറ്റിലേക്ക് പോകാം എന്നതിന് ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. ഇനി അടുത്തത് ക്യാൻ ഐ ജോയിൻ യു ഇൻ ദ ഡിസ്കഷൻ. ഒരു പെർമിഷൻ ചോദിക്കലാണ്. ക്യാൻ ഐ ജോയിൻ യു ഇൻ ദ ഡിസ്കഷൻ? ഡിസ്കഷനിൽ നിങ്ങളുടെ കൂടെ എനിക്കും ചേരാൻ കഴിയുമോ, പറ്റുമോ, ഞാനും ചേർന്നോട്ടെ? ഇത് ഒരു പെർമിഷൻ എടുക്കലാണ്. പെർമിഷൻ കൊടുക്കലും പെർമിഷൻ വാങ്ങലും ക്യാനിലൂടെ നമുക്ക് കഴിയും. അപ്പോൾ ടു എക്സ്പ്രസ് ഓർ ആസ്ക് പെർമിഷൻ, ഒരു പെർമിഷൻ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ക്യാൻ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യത്തെ എബിലിറ്റി കഴിഞ്ഞു, രണ്ടാമത്തത് എക്സ്പ്രസ് ഓർ ആസ്ക് പെർമിഷൻ, അതും കഴിഞ്ഞു. ഇനി അടുത്തത് ടു എക്സ്പ്രസ് പോസിബിലിറ്റി. എന്താ പോസിബിലിറ്റി? ഒരു സാധ്യത അല്ലേ. ഐ ക്യാൻ ഡു ദ ഹോംവർക്ക്. എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ കഴിയും, സാധ്യമാണ്, എനിക്കത് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സാധ്യതയെ കാണിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കെന്ത് ഉപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഒരു സാധ്യത, ആ സാധ്യതയെ കാണിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ക്യാൻ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി ഉപയോഗിക്കാം. ഒരു ഉദാഹരണ സഹിതം നമ്മൾക്കൊന്ന് പോകാം. There can be a drought next year if the rain fail this season. എന്താണ്? There can be a drought next year if the rain fail this season. ഈ സീസണിൽ റെയിൻ എന്താണ് പെയ്യുന്നില്ല എന്നെങ്കിൽ, മഴ പെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു സംഭവിക്കും? There can be a drought next year. അടുത്ത വർഷം ഒരു ക്ഷാമത്തിന് അല്ലെങ്കിൽ വരൾച്ചയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ വരൾച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നിവിടെ പറയുകയാണ്. പോസിബിലിറ്റിയാണ്, സാധ്യതയെയാണ് കാണിക്കുന്നത്. മഴ പെയ്തില്ലെങ്കിൽ എന്തിനു സാധ്യതയുണ്ട്? വരൾച്ചയ്ക്ക് സാധ്യതയുണ്ട്. അത് സത്യമാണ്, പോസിബിലിറ്റിയാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പോസിബിലിറ്റിയെ കാണിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കുക. സച്ച് തിങ്സ് ക്യാൻ ഹാപ്പൻ ഇഫ് യു ആർ നോട്ട് കെയർഫുൾ.
അത്തരം കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങൾ കെയർഫുൾ അല്ലെങ്കിൽ. നിങ്ങൾ കെയർഫുൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സംഭവിക്കുന്നത്. നമ്മൾ കെയർഫുൾ ആയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അപകടങ്ങൾ സംഭവിക്കാം അല്ലേ? അതാണ് പറയുന്നത് സച്ച് തിങ്സ് ക്യാൻ ഹാപ്പൻ ഇഫ് യു ആർ നോട്ട് കെയർഫുൾ. നിങ്ങൾ കെയർഫുൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം, മോശമായ ചില കാര്യങ്ങൾ സംഭവിക്കാം, സാധ്യതയാണ്. കെയർഫുൾ അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കുവാനായിട്ടുള്ള സാധ്യതയെ കുറിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വിത്ത് വേർബ്സ് ഓഫ് പെർസെപ്ഷൻ. എന്താണ് വിത്ത് വേർബ്സ് ഓഫ് പെർസെപ്ഷൻസ്? എന്താ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഗ്രഹിക്കുക അല്ലെ? നമ്മൾ ഒരു ബോധമുണ്ടല്ലോ, ഒരു ബോധ്യം, അതിനെ കുറിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാം. Can you hear the music? നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? Can you hear the music? നിങ്ങൾക്ക് മ്യൂസിക് ശ്രവിക്കുവാൻ, കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മളുടെ ഒരു പെർസെപ്ഷനാണിത്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. എനിക്കിത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, എനിക്കിത് ബോധ്യമാണ് എന്നതിനെക്കുറിച്ച് പറയാനായിട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് പെർസെപ്ഷൻസ്, ചില ബോധ്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ക്യാൻ നമുക്ക് ഉപയോഗിക്കാം.